ഭൂചലനങ്ങൾക്കും സുനാമിക്കും നീണ്ട ചരിത്രമുള്ള രാജ്യമാണ് ജപ്പാൻ. അതിനാൽ ജപ്പാൻ ഇത് ആശങ്കയുടെ നാളുകളാണ്. 2025 ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന പുതിയ ബാബാ വാങ്കെ എന്നറിയപ്പെടുന്ന റിയോ തത്സുഗിയുടെ പ്രവചനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇത് ജപ്പാനിലെ വിനോദസഞ്ചാര മേഖലയിൽ വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജപ്പാനിൽ ജൂലൈയിൽ ട്രാവൽ ബുക്കിംഗ് 80% കുറവുണ്ടായതായി റിപ്പോർട്ടുകളും വന്നിരുന്നു. എന്നാൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ അടുത്തിടെ വന്ന ഒരു റിപ്പോർട്ട് ആശങ്ക നൽകുന്നതാണ്. തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ 470-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് പിന്നാലെ ഈ ഭൂചലനങ്ങളെയും വാങ്കയുടെ പ്രവചനങ്ങളെയും കൂട്ടി വായിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി വർദ്ധിക്കുകയാണ്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ക്യൂഷുവിന് തെക്ക് സ്ഥിതി ചെയ്യുന്ന ടോക്കര ദ്വീപുകളിലാണ് ഇത്തരം ഭൂചലനങ്ങൾ അനുഭവപ്പെടുന്നത്. എന്നാൽ ഇതുവരെ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയോടെ പ്രദേശത്ത് 474 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവ ശക്തിയേറിയ ഭൂചലനങ്ങൾ അല്ലായിരുന്നു. 5.1 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. എന്നിരുന്നാലും പ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 6 തീവ്രതയുള്ള ഭൂചലനം വരെ ഉണ്ടായേക്കാം എന്ന് മുന്നറിയിപ്പുമുണ്ട്. പൊതുജനങ്ങൾ പരിഭ്രാന്തർ ആകരുതെന്ന് ജാപ്പനീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക മുന്നറിയിപ്പുകളെ മാത്രം കണക്കിലെടുക്കുക, കിംവദന്തികൾ വിശ്വസിക്കാതെ ഇരിക്കുക എന്നതാണ് നിർദ്ദേശം. എന്തായിരുന്നു വാങ്കയുടെ ആ പ്രവചനം? 2025 ജൂലൈയിൽ മഹാദുരന്തം സംഭവിക്കുമെന്നാണ് പുതിയ ബാബാ വാങ്കയുടെ മുന്നറിയിപ്പ്. ദി ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലാണ് ഈ പ്രവചനങ്ങൾ ഉള്ളത്. 2021 ഈ പുസ്തകം പുതിയ പതിപ്പായി വീണ്ടും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതിലാണ് ഈ വർഷം ജപ്പാനിൽ മഹാദുരന്തം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിനടിയിൽ വലിയ വിള്ളലുണ്ടാകുമെന്നും 2011 തോഹോക്കു ദുരന്തത്തിൽ കണ്ടതിനേക്കാൾ 3 ഇരട്ടി ഉയരമുള്ള സുനാമികൾ ഉണ്ടാകും എന്നുമാണ് ഇവരുടെ പ്രവചനമെന്ന് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ജപ്പാനിലെ സമുദ്രങ്ങൾ തിളച്ചുമറിയുമെന്നും ഇവരുടെ പ്രവചനത്തിലുണ്ട്. ഇത് വെള്ളത്തിനടിയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ സൂചിപ്പിക്കുന്നതാണെന്നും അഭിപ്രായമുണ്ട്. ജൂലൈ അടുക്കുംതോറും ഈ പ്രവചന ഭീതിയുടെ ആഘാതം കൂടുകയാണ്. എന്തുകൊണ്ട് ജപ്പാൻ? 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യതാ പ്രദേശം. ലോകമെമ്പാടും സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുടെ 18%-ലധികവും ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലുമാണ് നടക്കുന്നത്. ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം 1500 ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും കണക്കുകളുണ്ട്. കൂടാതെ ഓരോ 5 മിനിറ്റിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭൗമചലനങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട്. കൂടാതെ 400-ലധികം സജീവ അഗ്നിപർവ്വതങ്ങളുള്ള പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കപ്പെടുന്ന മേഖലയും ജപ്പാനിലൂടെ കടന്നുപോകുന്നു. ആകെ 12 ദ്വീപുകളെയാണ് ടോക്കര ദ്വീപുകൾ എന്ന് പറയപ്പെടുന്നത്. 2023 സെപ്റ്റംബറിൽ ഇവിടെ നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 15 ദിവസത്തിനുള്ളിൽ 346 ഭൂകമ്പങ്ങൾ ആണ് ഈ വർഷം ടോക്കര ദ്വീപുകളിൽ രേഖപ്പെടുത്തിയത്.